വിറ്റോരും വാങ്ങിയോരും ആരൊക്കെയാണ്? എന്നെ വിറ്റോരും വാങ്ങിയോരും ഇതൊക്കെയാണ്. ഓ തൊട്ടുമാനം ഒട്ടി ദിക്കു തൊട്ടു ദിക്കോട് ദിക്കു തൊട്ട് എന്റെ ഭൂമിയെ പൊട്ടുതൂഴുതേ കളത്തില് മെച്ചമിടക്കേ വന്നു നില്ലന്റെ അത്തച്ചാവേ മാവേ ബാബോ മാവാ ബാബോ മാവേ തലാവത്തു മാറ്റം മരണേ ഒടുമതി ഈ കാമരണേ യമതായ തലമുറതോയ എല്ലാം ഈ കാൻ മരികന്ദ്രജാവേ മനുമാനം ചിരിക്കണ കാലം ഉളുപൂതർ ഉറയണ കാലം ഈ പാടും കളത്തിൽ വന്ന് ഉറയണം എനമിച്ചോരും വാങ്ങിയോരും ആരൊക്കെയാണ്? പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് നമുക്കറിയാം അവസാനം ഗീതാനന്ദനെ പോലുള്ള ഒരു സമര നേതാവ്, ജാനുവിനെ പോലുള്ള ഒരു സമര സഹോദരി ദലിതരുടെയും ആദിവാസികളുടെ മുൻനിരയിലേക്ക് വരുന്നു. അവരുടേതായ സംഘടിതമായ പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു. ആ പോരാട്ടങ്ങളാണ് ഒരുപക്ഷേ നമുക്കറിയാം ഇന്ന് 2001 ആയപ്പോൾ കുടികെട്ടി സമരമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിലേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ വീടിന്റെ മുമ്പിലും തിരുവനന്തപുരം നഗരത്തിലും അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മുമ്പിലും കുടിൽ കെട്ടി സമരം നടത്തുകയാണ്. വയനാട്ടിൽ നിന്ന് ആദിവാസികൾ ഒഴുകിയെത്തി, അട്ടപ്പാടിയിൽ ആദിവാസികൾ ഒഴുകിയെത്തി. ആദിവാസികൾക്കൊപ്പം ദളിത് പ്രസ്ഥാനങ്ങൾ, അംബേദ്കറൈറ്റുകൾ, പൊതുസമൂഹങ്ങൾ ഐക്യപ്പെട്ടു. അങ്ങനെയാണ് 2001 ഓഗസ്റ്റ് മാസം 29 ആരംഭിച്ച കുടികെട്ടി സമരം ഒരു മാസക്കാലം ഏതാണ്ട് 147 ദിവസം നീണ്ടു നിന്നപ്പോൾ അവസാനം 2001 ഒക്ടോബർ 16 അന്നത്തെ കേരള മുഖ്യമന്ത്രി AK ആന്റണി ആദിവാസികളുമായി കരാറിലേർപ്പെട്ടു. എന്താണ് കരാറ്? ആ കരാർ പ്രകാരം ആദിവാസികൾക്ക് പകരം ഭൂമി തരാം, ആദിവാസികൾക്ക് ഭൂമി വധിച്ചു തരാമെന്ന് പറയുന്ന 2001 മുഖ്യമന്ത്രി ഉണ്ടാക്കിയ കരാർ. ആ കരാറിന്റെ വെളിച്ചത്തിലാണ് ആദിവാസി സംഘടനകൾ സമരം നടത്തുകയും ഗവൺമെന്റിൽ വിശ്വസിക്കുകയും അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തുനിന്നു. പക്ഷേ സർക്കാർ ആ കരാർ നടപ്പിലാക്കിയില്ല. ആ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങൾ മുഴുവൻ തട്ടിപ്പായിരുന്നു. കേരള ട്രൈബൽ മിഷൻ ഉണ്ടാക്കി, അതിന് കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചു. ആറളത്ത് SC ഫണ്ട് ST ഫണ്ടിൽ മുടക്കി കോടിക്കണക്കിന് രൂപ മുടക്കി ആറളം ഫാമിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് ഭൂമി വിലയ്ക്ക് വാങ്ങി. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താ? അതൊരു തട്ടിപ്പ് പ്രൈവറ്റ് കമ്പനിയായി മാറി. അതിന്റെ പകുതിയും ആദിവാസിക്ക് നഷ്ടപ്പെട്ടു. ഒന്നും അവിടെ നടന്നില്ല. ഇതാണ് സംഭവിച്ചത്. കേന്ദ്ര സർക്കാർ ഈ പ്രക്ഷോഭത്തിന്റെയും ഡിമാൻഡിന്റെയും മുമ്പിൽ 19,000 ഏക്കർ കേരളത്തിന് കൈമാറി ആദിവാസികൾക്ക് കൊടുക്കാൻ.
19,000 ഏക്കർ. അതിനകത്ത് 10,000 ഏക്കർ ഇപ്പോഴും ആദിവാസി കിട്ടിയിട്ടില്ല. കൊടുത്തത് എവിടെയാണ് എന്ന് ഇപ്പോൾ നമുക്ക് തിട്ടമില്ല. ഈ രൂപത്തിൽ നിരന്തരമായി കേരളത്തിലെ ആദിവാസികളെ ഭൂമിയുടെ പേരിൽ കേരളത്തിലെ ഭരണകൂടങ്ങൾ മാറി മാറി വന്ന ഗവൺമെന്റുകൾ വഞ്ചിച്ചപ്പോഴാണ് അതിനെല്ലാം വാഗ്ദാനങ്ങൾ ലംഘനത്തിനെതിരെ ആദിവാസികൾ രംഗത്ത് വന്നു. വാഗ്ദാനങ്ങൾ പാലിക്കണം. ഭൂമി തരാമെന്ന് പറഞ്ഞ് വാക്കുതന്ന ഗവൺമെന്റുകൾ, ഞങ്ങളുടെ നിയമം അട്ടിമറിച്ചവർ, അതുകൊണ്ട് തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ധർമ്മ സമരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശക്തിപ്പെട്ടു. ആ പോരാട്ടത്തിന്റെ ഒടുവിൽ ഒരു ഗവൺമെന്റുകളും ആദിവാസികളോട് കരുണ കാണിക്കാത്ത പശ്ചാത്തലത്തിൽ ആദിവാസികളുടെ പ്രതിഷേധം അലതല്ലുകയും വാക്കുപാലിക്കാത്ത ഭരണകൂടത്തിന്റെ കണ്ണിൽ പ്രശ്നങ്ങൾ എത്തിക്കാൻ വേണ്ടി ഒരു സമരം ഉയർത്താൻ നിർബന്ധിതരായപ്പോഴാണ് നമ്മുടെ പ്രിയങ്കരായ സമര നേതാവ് അംബേദ്കറായിട്ട് കേരളം കണ്ട ഏറ്റവും ധീരനായ മനുഷ്യാവകാശ പോരാളിയായ എം ഗീതാനന്ദന്റെ നേതൃത്വത്തിൽ ആദിവാസികൾ സംഘടിച്ച്, നമുക്കറിയാം, യുക്കാലിപ്റ്റസ് തോട്ടത്തിന് വേണ്ടി ബിർളയ്ക്ക് കൊടുത്ത ഭൂമിയാണ് മുത്തങ്ങ, അല്ലാതെ വേറൊന്നുമല്ല. ബിർളയ്ക്ക് വേണ്ടി കൃഷി ചെയ്യാൻ കൊടുത്ത ഭൂമിയാണ്. സിംബോളിക്കായ ഒരു സമരത്തിന് അത് തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് മുത്തങ്ങ സമരം യഥാർത്ഥത്തിൽ 2003 ജനുവരി 3-ാം തീയതി ആരംഭിക്കുന്നത്. ആ സമരത്തിൽ നമുക്കറിയാം ആയിരക്കണക്കിന് ആദിവാസികൾ ഈ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആ സമരത്തിന്റെ ഭാഗമായി വന്നു ചേർന്നു. ആ സമരം നീണ്ട 40 ദിവസം അല്ലെ 47 ദിവസത്തോളം ആ സമരം നീണ്ടു നിന്നു. ആ സമരം സമാധാനപരമായിരുന്നു. നിങ്ങൾക്കറിയാം, അത് ഒരു മനുഷ്യർക്കും തടസ്സം ഉണ്ടാക്കാത്ത ഒരു സ്ഥലം, വനഭൂമിയാണ്. ഈ ഇങ്ങനെ വിളച്ചു കൊടുത്ത ഭൂമിയാണ്. അവിടെ ആരെ ശല്യം ചെയ്തില്ല, വനത്തിനെ ശല്യം ചെയ്തില്ല. അവിടെയൊക്കെ അവർ കുടിലുകൾ കെട്ടി അവരുടേതായ രീതിയിൽ കൃഷിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള അങ്ങേറ്റം സമാധാനപരമായ ഒരു സമരമാണ് ആദിവാസികൾ നടത്തിയത്. എന്നാൽ ആ സമരത്തിന് എന്താണ് ഒരു സമരം നടത്തുമ്പോൾ? ഡൽഹിയിൽ ഇപ്പോൾ ഒരു സമരം നടന്നില്ലേ? അവസാനം ഉണ്ടായത് എന്താണ്? ഒത്തുതീർപ്പ്. അവർ വച്ച ഡിമാൻഡിന്റെ മുമ്പിൽ ഇന്ത്യ ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ്. പക്ഷെ അവർ മുട്ടുമടക്കി. ഒരു ജനത ത്യാഗോജ്വലമായി സമരം ചെയ്താൽ ആ സമരം ചെയ്യാനുള്ള അവകാശം ഭരണഘടനാപരമാണ്. അവകാശം ലംഘിക്കപ്പെട്ടാൽ പ്രതിഷേധിക്കാനും ശബ്ദിക്കാനും വിമർശിക്കാനും ഭരണകൂടത്തിനെതിരെ പോരാടാനും പൗരന് അവകാശമുണ്ട് എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. ആർട്ടിക്കിൾ 14 പറയുന്ന, ആർട്ടിക്കിൾ 19 ജീവിക്കാനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം പറയുന്ന, ജീവന് സ്വത്തിന് അവകാശം ആർട്ടിക്കിൾ 21 ഭരണഘടന തരുന്ന അവകാശമാണ്. സംഘടിക്കാനും സമരം ചെയ്യാനുള്ള അവകാശം. ഈ അവകാശമാണ് കേരളത്തിലെ ആദിവാസികൾ ഉപയോഗിച്ചത്. സമാധാനപരമായ സമരം. അവരുടെ ഡിമാൻഡ് എന്താണ്? ആദിവാസികളെ ഭൂമിയുടെ മേൽ സ്വയം ഭരണം. അതിനൊക്കെ നിയമനിർമ്മാണങ്ങൾ വന്നിരിക്കുന്നു. അത് വേണം. 5th ഷെഡ്യൂൾ നടപ്പിലാക്കണം. ആദിവാസികളുടെ ഭൂരികൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുക്കണം. ഞങ്ങൾക്ക് 5 ഏക്കർ കരാർ. എന്താ പറഞ്ഞത്? 1 ഏക്കർ മുതൽ 5 ഏക്കർ വരെ ആദിവാസിക്ക് ഭൂമി തരാമെന്നാണല്ലോ സർക്കാരിന്റെ കരാർ. ആ 5 ഏക്കർ ഭൂമി തരണം എന്നത് മാത്രമായിരുന്നു ഡിമാൻഡ്. പക്ഷേ ഏകപക്ഷീയമായി 2003 നവംബർ മാസം ഫെബ്രുവരി മാസം 19-ാം തീയതി മുന്നറിയിപ്പില്ല. സാധാരണ ഒരു പോലീസ് ആക്ഷൻ, സമരത്തിനെതിരെ പോലീസ് ആക്ഷൻ നടക്കുമ്പോൾ മുന്നേ കൂട്ടി ഇൻഫോം ചെയ്യണം. 1. 2, ഒരുപക്ഷെ അവർ വിളംബരം ചെയ്യണം, അറിയിപ്പ് കൊടുക്കണം. 3, ഉഭയകക്ഷി ചർച്ച നടത്തണം. ആ ചർച്ചകൾ പരാജയപ്പെടുമ്പോഴാണ്, ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അക്രമോത്സുകമായ ഒരു സമരം നടക്കുമ്പോൾ മാത്രമേ ഭരണകൂടത്തിന് ബലം പ്രയോഗിക്കാൻ അവകാശമുള്ളൂ എന്നിരിക്കെ മുത്തങ്ങ സമരം നടത്തിയ സമര നേതാക്കളോട് ഏതെങ്കിലും തരത്തിലുള്ള ഡയലോഗ് നടത്താൻ എന്തുകൊണ്ട് ജില്ലാ കളക്ടർ, കേരളത്തിലെ ഭരണാധികാരികൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ തയ്യാറായില്ല? ഒരു ഡയലോഗുമില്ല, ഒരു ചർച്ചകളുമില്ല. ഓർക്കാപ്പുറത്ത് വനം വകുപ്പ് തീരുമാനിക്കുകയാണ്. പിന്നീട് ആഭ്യന്തരം ഏറ്റെടുക്കുകയാണ്. വനത്തിന്റെ തലവന്മാരായ കേരളത്തിലെ വനം വകുപ്പ് ഭരിച്ചവരെയും വനത്തിൽ ജോലി ചെയ്തവരെയും ഒക്കെ അവരുടെയൊക്കെ ചരിത്രമെടുത്ത് പരിശോധിക്കണം. എങ്ങനെയൊക്കെയാണ് അവർ പണക്കാരായതെന്ന്, എങ്ങനെയൊക്കെയാണ് അവർ കോടീശ്വരന്മാരായതെന്ന്. ഇതെല്ലാം തട്ടിപ്പായിരുന്നു. ആ തട്ടിപ്പ് സംഘത്തിന്റെ കയ്യിലേക്ക് വനം വകുപ്പ് മാറിയപ്പോൾ തീരുമാനം കണ്ണൂരെടുത്തു. അതുകൊണ്ട് 800ഓളം പോലീസുകാരെ ആയുധം കൊടുത്ത് ഇങ്ങോട്ട് അയച്ചത് കണ്ണൂരിൽ നിന്നാണ്. ഒരു ബറ്റാലിയൻ വരികയാണ് പോലീസ്. ആ ബറ്റാലിയനോടൊപ്പം ഇവിടുത്തെ പോലീസ് ചേർന്നു, ആഭ്യന്തര വകുപ്പ് ഇവിടെ ചേർന്ന ജോയിന്റ് ഓപ്പറേഷൻ. ആ ജോയിന്റ് ഓപ്പറേഷനിൽ സംഭവിച്ചതാണല്ലോ യോഗി എന്ന് പറയുന്ന ഒരു ആദിവാസിയായ സമര നേതാവിനെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്തിന് കൊന്നു? എന്ത് കുറ്റകൃത്യം ചെയ്തു? എന്ത് തെറ്റ് ചെയ്തു? ഒരു നിയമലംഘനവും ആദിവാസികൾ നടത്തിയില്ല. ആദിവാസികളുടെ ഭൂമി
തുടർച്ചയായിട്ട് അപകരിച്ച് കേരള ഹൈക്കോടതിയിൽ എത്ര വ്യവഹാരം നടത്തി. നല്ല തമ്പി തേര എന്നറിയാമല്ലോ, ഡോക്ടർ 75 നിയമത്തിന്റെ കാര്യത്തിലടക്കം നിരന്തരമായി കേസ് കൊടുത്ത് ഹൈക്കോടതി പോലും ഒരു വേള വിധി പറഞ്ഞു. ആദിവാസികൾക്കെതിരെ ഉണ്ടാക്കിയ നിയമം അത് തെറ്റാണ് എന്ന് ഹൈക്കോടതി വിധി പറഞ്ഞു. ആ വിധിയെ മറികടക്കാൻ സുപ്രീം കോടതി പോയി സ്പെഷ്യൽ ഡ്യൂ പെറ്റീഷനുമായി കേരള ഗവൺമെന്റ്. ആ സുപ്രീം കോടതിയുടെ തണലിലാണ് പിന്നീട് അവർ ആദിവാസികളെ വഞ്ചിക്കാൻ വന്നത്. ആ നിയമം അതുകൊണ്ട് ആദിവാസികൾ തെറ്റ് ചെയ്തില്ല. ആദിവാസികളോട് ഭരണകൂടമാണ് തെറ്റ് ചെയ്തത്, ഭരണകൂടങ്ങളാണ് തെറ്റ് ചെയ്തത്, അനാദിവാസികളാണ് തെറ്റ് ചെയ്തത്. എന്തായാലും ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ ആദിവാസികൾ, സ്ത്രീകൾ, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, അമ്മമാർ, തൊഴിലാളികൾ, ഈ ജനവിഭാഗത്തിനെതിരെയാണ് മുത്തങ്ങയില് ഈ ഭീകരമായ പോലീസ് ഓപ്പറേഷൻ. സ്റ്റേറ്റ് സ്പോൺസേഡ് വയലൻസ് ആണ് മുത്തങ്ങയിൽ നടന്നത്. ഭരണകൂട പിൻബലത്തോടെ നടപ്പിലാക്കിയ ഒരു യുദ്ധമായിരുന്നു. സ്വന്തം നാട്ടിൽ ഭൂമി നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി മാറിയ ഒരു ജനതയ്ക്ക് നേരെ, പാവപ്പെട്ട ആദിവാസികൾക്കെതിരെ തോക്കെടുത്ത് ആയുധമെടുത്ത് ഈ രാജ്യത്തെ ഭരണകൂടം നടത്തിയ നരവേട്ടയായിരുന്നു മുത്തങ്ങയിൽ അരങ്ങേറിയത്. പൈശാചികമായ നരവേട്ട. എത്ര സ്ത്രീകളെയാണ് തല്ലിച്ചതച്ചത്. ഇന്ന് നമ്മൾ കേട്ടതെല്ലാം രാവിലെ ആ സാക്ഷ്യങ്ങളാണ്. അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ചങ്ക് തകരുന്ന, ചങ്ക് പൊട്ടുന്ന, നൊമ്പരപ്പെടുത്തുന്ന സാക്ഷ്യങ്ങൾ. ഇന്നും ജീവച്ഛവനായി ജീവിക്കുന്നു കാഴ്ച നഷ്ടപ്പെട്ടവർ, കൈയും കാലും ഒടിഞ്ഞവർ. എത്ര പേരാണ് മർദ്ദനമേറ്റത്, എത്ര അമ്മമാരാണ് അതിന്റെ പേരിൽ ഭീകരമായി പീഡിപ്പിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, ആ കവിതയെ പരിന്റെ ഭാര്യയൊക്കെ പറയുന്നുണ്ട്, കൈയൊക്കെ തല്ലി ഒടിച്ച് ഇന്നൊരു ഭാരം ചൊക്കാൻ പറ്റാതെയാണ് ആ സഹോദരി നടക്കുന്നത്. കൊച്ചുമക്കള്, ഗ്രേസ് പേപ്പറുള്ള ആൾക്കാരുടെ ബാല്യകാലമാണിത്. ശിവനൊരു 13-14 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അച്ഛനെ കൺമുന്നിലിട്ട് പോലീസ് വെടിവെച്ച് കൊല്ലുന്നത്. വെടിവെക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നില്ല. ആദിവാസി പ്രക്ഷോഭത്തെ ഇങ്ങനെ അടിച്ചമർത്തുകയും സ്ത്രീകളെ അടക്കം ലൈംഗികമായി പീഡിപ്പിക്കുകയും വളരെ ക്രൂരമായി അവന്റെ കുടിലുകൾക്ക് തീവെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ മൃഗവേട്ട, ഈ ഭീകരവേട്ട അരങ്ങേറിയത്. ഹൊറർ സിനിമയിൽ നമ്മൾ കണ്ടാൽ സഹിക്കാത്ത രംഗം പോലെയാണ്. ഇപ്പോഴും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ നെഞ്ചു പൊട്ടിപ്പോകും. ഇത് കേരളമാ, പ്രബുദ്ധത പറയുന്ന കേരളം, ഇടതുപക്ഷ കേരളം, മാനവീയ കേരളം. ഇവിടെയല്ലേ ആദിവാസികളെ കശാപ്പ് ചെയ്തത്? പ്രിയമുള്ളവരെ, ആ മുത്തങ്ങ ആ സംഭവം നടന്നു. ഗീതാനന്ദന്റെ അവസ്ഥ നമുക്കറിയാം. ആ സമരത്തിന്റെ തൊട്ടുപുറകെ വന്ന ചിത്രങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഗീതാനന്ദന്റെ മുഖം, അതേപോലെ ജാനുവിന്റെ സമര സഖാക്കളെ പങ്കെടുത്തവരെ അതിഭീകരമായി തല്ലിച്ചതച്ചു. എത്ര പേരാ മരിച്ചത്? ഈ കേസിൽ പോലും പെട്ട ഏതാണ്ട് 17 പ്രതികൾ അവരെ കേസിൽപ്പെടുത്തി. CBI കോടതിയിലേക്ക് കേസ് പോയി. കൊച്ചിയിൽ വരെ ആദിവാസികൾ, 19ലധികം ആദിവാസികൾ വണ്ടിക്കൂലി മുടക്കി അവരെ തപ്പിത്തടഞ്ഞ് ഊരുകൾ തോറും പോയി. ഗീതാനന്ദനെ പോലുള്ള പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു സംഘാടകൻ ഓരോ അവധിക്ക് കോടതി നോട്ടീസ് അയക്കുമ്പോഴും ആദിവാസികളെ തെരഞ്ഞു പോവുകയാണ്. പല ഊരുകളിലായി പല ഗോത്രങ്ങളിൽപ്പെട്ട ആദിവാസികളായ ഈ കേസിലകപ്പെട്ടവർ ഓരോരുത്തരെയും പോയി ഊരുകളിൽ തപ്പിത്തടഞ്ഞ് അവർക്ക് ആഹാരം കൊടുത്ത് അവർക്ക് വണ്ടിക്കൂലി മുടക്കി എല്ലാം തൊലച്ച ഒരു മനുഷ്യൻ അവസാനം 23 വർഷക്കാലം നിയമ പോരാട്ടം നടത്തി. 2016 ശേഷമാണ് ഈ കേസ് കൽപ്പറ്റ കോടതിയിലേക്കൊന്ന് മാറ്റിയത്. അതിനിടയിൽ 15 പേര് പോലീസിന്റെ മർദ്ദനമേറ്റ് അംഗവൈകല്യങ്ങൾ വന്നവർ, രോഗം പിടിച്ചവർ, മരിച്ചുപോയി. കേസിൽ പെടാത്തവർ, മറ്റുള്ളവർ എല്ലാം കൂടെ ചേർന്ന് 50-55 ആദിവാസികൾ 23 കൊല്ലത്തിനിടയിൽ മരിച്ചുപോയി. അവരുടെ കുടുംബങ്ങൾ അനാഥമായി, അവരുടെ ഭാര്യമാർ വിധവകളായി, അവരുടെ മക്കൾക്ക് ആരുമില്ലാത്തവരായി. ഒരു നഷ്ടപരിഹാരവും കൊടുത്തില്ല, ഒരു സംരക്ഷണവും കൊടുത്തില്ല, ഒരു പിന്തുണയും കൊടുത്തില്ല. ഈ കേരളത്തിന്റെ പൊതുബോധം ആദിവാസികളായതുകൊണ്ട് അവരെ കണ്ടില്ല എന്ന് നടിച്ചു. ഇന്നും ആകാരമില്ലാതെ ഭക്ഷണം മോട്ടിക്കുന്ന മധുവിനെ തല്ലിക്കൊല്ലുന്ന ക്രൂരമായ ബ്രാഹ്മണിക്കൽ സവർണ ജാതി മനഃശാസ്ത്രമാണ് കേരളം മുത്തങ്ങ സമരത്തോട് കാണിച്ചത്. അതുകൊണ്ട് കേരളം മൗനം പാലിക്കുകയും അവസാനം ആ നിയമയുദ്ധത്തിന്റെ ഒടുവിൽ ഇപ്പൊ 31-ാം തീയതി വിധി വന്നു. എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത്? ആദിവാസികൾക്ക് നീതി കിട്ടും. നമുക്കറിയാം 47 പ്രോസിക്യൂഷൻ തെളിവുകൾ അല്ലെങ്കിൽ സാക്ഷികളെ വിസ്തരിച്ചപ്പോൾ, പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോലീസ് കൊടുക്കുന്ന സാക്ഷികളാ. അവര് പോലീസ് പറയുന്നതാണ് പറയുക. പ്രതികളുടെ ഭാഗത്തുനിന്ന്, ആദിവാസികളുടെ ഭാഗത്തുനിന്ന് ഒരാളെ മാത്രമാണ് കോടതി കേട്ടത്, വിസ്തരിച്ചത്. ഒരാൾ. മറുഭാഗത്ത് 47 പ്രോസിക്യൂഷൻ സാക്ഷികളാ. എന്നാ അതാണ് സംഭവിച്ചത്. ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? എങ്ങനെയാണ് പരിക്ക് പറ്റിയത് എന്ന് പരിശോധിക്കാൻ സ്പോട്ടിലുണ്ടായിരുന്ന അല്ല ഡോക്ടർ. ഏതോ ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് വന്നിട്ട് അയാളുടെ സാക്ഷ്യം
അത് രേഖപ്പെടുത്തി. പിന്നീട് പോലീസുകാർ ആദിവാസികൾ നിഷ്കരണം വെടിവെച്ച് കൊന്ന, ലാത്തി കൊണ്ട് തല്ലി, അവന്റെ കയ്യും കാലും ഒടിച്ച, കുഞ്ഞുങ്ങളെ പോലും പിടിച്ച് വലിച്ചടിച്ചില്ലേ? ബിന്ദു പറയുന്ന കാര്യം കേട്ടില്ലേ? സഹിക്കാൻ കഴിയുമോ? ബിന്ദു അത് 2 മക്കൾ ഭർത്താവും ബാബുവുമായി വിരണ്ടോടുകയാണ്. പുറകെ പോലീസ് എന്ന് ലാത്തി കൊണ്ട് അവരെ അടിക്കുകയാണ്. ബിന്ദുവിന്റെ പുറത്തടക്കം കുത്തുകയാണ്. അമ്മ, വല്യമ്മ, ആ വല്യമ്മയുടെ കയ്യിലേക്ക് മകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ചിത്രീകരിക്കുന്നു. ഇന്ന് എത്ര മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നു. അത്തരം എത്ര ദുരന്തങ്ങൾ. ഒരു ബിന്ദുവിന്റെ ഒന്നും ഞാനൊരു പേര് പറഞ്ഞെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഓരോ പെങ്ങന്മാരും അങ്ങനെ തീഷ്ണമായി അനുഭവിച്ചവരാണ്. ബൊമ്മിയമ്മ എങ്ങനെയാണ് പുതപ്പിന്റെ അകത്ത് ഒരു മകളെ പോലീസിന് വേട്ടയാടാൻ കൊടുക്കാതെ കെട്ടിപ്പിടിച്ച് സംരക്ഷിച്ചത് എന്നും അവരുടെ മുഖത്ത് പോലും പോലീസ് എങ്ങനെയാണ് തല്ലിയതെന്നും ആ അമ്മ കണ്ണീരോടെ പറയുമ്പോൾ ചങ്ക് തകരുകയാണ്. ഇതൊക്കെ നടന്നത് ഈ കേരളത്തിലാണോ? ഇത് ബ്രിട്ടീഷുകാരല്ല ചെയ്തത്, ഇവിടുത്തെ പോലീസ്, കേരളത്തിലെ പോലീസ് ഇതാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ കാത്തിരുന്നു. എന്തായാലും 23 വർഷക്കാലം ശിക്ഷ അനുഭവിച്ചല്ലോ. ഒരു കുറ്റം ചെയ്യാത്ത ആദിവാസികൾ വലിച്ചെറിയപ്പെട്ടു. 19 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഒരു തുണ്ടി പോലും ഭൂമി പോലും അവർക്ക് കിട്ടിയില്ല, രോഗികളായി. അതുകൊണ്ട് ചെയ്യാത്ത കുറ്റത്തിന് ഇല്ലാത്ത ശിക്ഷ കിട്ടിയിട്ട് പോലും 23 കൊല്ലം കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചത് കൽപ്പറ്റ കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്നാണ്. യോഗിക്ക് നീതി കിട്ടിയോ? യോഗി എന്ന് പറഞ്ഞ ഒരു 100 മീറ്റർ വ്യത്യാസത്തിലാണ് വിനോദ് എന്ന് പറയുന്ന പോലീസുകാരൻ കൊല ചെയ്യപ്പെട്ടു. ആര് കൊന്നും സംശയമാണ്. വിനോദിന്റെ കൊലപാതകം ഒരു നാടകമാണ്. വിനോദിന്റെ കൊലപാതകം ഒരു ഫാബ്രിക്കേറ്റഡ് മരണമാണ്. ഇപ്പോഴും ഏതെങ്കിലും ആദിവാസികൾ മൂലമാണ് വിനോദ് കൊന്നത് എന്ന് തെളിയിക്കാൻ പറ്റിയോ? അശോകൻ പ്രതിയാർക്കപ്പെട്ടു, അശോകൻ കൊന്നിരിക്കാം എന്നതായിരുന്നു ഒടുവിലത്തെ അനുമാനം. അശോകൻ മരിച്ചും പോയി. പിന്നെ ആരും ആക്രമിച്ചതിന് തെളിവില്ല. അതുകൊണ്ടാണല്ലോ കോടതി അവസാനം വിനോദ് എന്ന പോലീസുകാരനെ കൊന്നതിന്റെ പേരിൽ പ്രതിയേർക്കപ്പെട്ട 54 പേരെയും അക്കിറ്റ് ചെയ്ത് വെറുതെ വിടുമ്പോൾ അപ്പൊ പിന്നെ എന്തിനാണ് ഈ വലിച്ചെടുത്തത്? ഇത്രയും പേർ നിരപരാധികളായിരുന്നുവെങ്കിൽ ഇവരെ ഇത്രയും കാലമിട്ട് വേട്ടയാടിയത് എന്തിനായിരുന്നു? അതുകൊണ്ട് ഈ കേസ് തന്നെ അനാവശ്യമായിരുന്നു. കാരണം നിരപരാധികളാണെന്ന് 23 കൊല്ലം കഴിഞ്ഞ് പറയുമ്പോ ഇതൊന്നും കണ്ടുപിടിക്കാൻ കോടതിക്കാവില്ലേ, അല്ലെ പോലീസിനാവില്ലേ? ഇനി അതിന്റെ രണ്ടാമത്തെ കേസ്. അവിടെയാണ് ഒരു പോലീസുകാരനെ, അബ്ദുൽ സലാം, അയാളെ വനപാലകനെയും ആക്രമിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തി. ഗീതാനന്ദൻ മനുഷ്യാവകാശത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ പോലീസിന്റെ ഗൂഢാലോചനയല്ല. ആദിവാസികൾ പോലീസുകാരെ ആക്രമിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ മുത്തങ്ങാക്കാട്ടിലല്ലോ പോലീസുകാർ ജീവിക്കുന്നത്. ഏതെങ്കിലും പോലീസിനെ തെരഞ്ഞെടുത്താൽ പോരായിരുന്നോ? അല്ല, അങ്ങനെ ഉദ്ദേശമില്ല. അപ്പൊ പിന്നെ ആസൂത്രണമില്ല. കരുതിക്കുട്ടി അങ്ങനെ സംഘം ചേർന്നിട്ടില്ല. അതുകൊണ്ട് കേസ് നിൽക്കുകയില്ല. പക്ഷേ അവസാനം 23 കൊല്ലം കഴിഞ്ഞ് ആദിവാസികളെ തല്ലിച്ചതച്ച് വഴിയാധാരമാക്കിയ നരാധമന്മാര് കൈയും വീശി നടക്കുമ്പോൾ ആദിവാസികളെ ക്രൂരത പ്രവർത്തിച്ചതിനെ കണ്ടില്ല എന്നടിക്കുന്ന ഒരു വിധിയാണ് ഇവിടെ വന്നത്. അവസാനം ആദിവാസികളെ സംഘടിപ്പിച്ച് ഇന്ന് കേരളത്തിലെ ദളിതരെയും ആദിവാസികളെ ചേർത്ത് പിടിച്ച് 70ലധികം സംഘടനകളെ ചേർത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും വലിയ അംബേദ്കറായി ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ സംസ്ഥാന വർക്കിംഗ് കൺവീനറായി പ്രവർത്തിക്കുന്ന, ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഗീതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ, ജയിലിൽ കിടക്കേണ്ട ആളാണോ ഗീതാനന്ദൻ? ജീവിതം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസവും PG കരസ്ഥമാക്കി തിരുവനന്തപുരം AG's ഓഫീസും സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗം കിട്ടിയിട്ട് ആ ഉദ്യോഗം വലിച്ചെറിഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക്, ആദിവാസികൾക്കിടയിലേക്ക്, ദളിതർക്കിടയിലേക്ക് ഇറങ്ങിയ പൊതുജീവിതത്തിന്റെ ചരിത്രമാണ് 1/2 കാലോളം നീണ്ട അദ്ദേഹത്തിന്റെ ജീവിതമെങ്കിൽ അങ്ങനെ ജീവിച്ച ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി അദ്ദേഹത്തിന് അശ്വിനി എന്ന് പറയുന്ന മകളുമായി കണ്ണൂർ ജയിലിൽ കാണാൻ പോകുമ്പോൾ ആ മകള് പറയുന്നു, വല്ലപ്പോഴെങ്ങാനുമാണ് അച്ഛൻ വരാറുണ്ടായിരുന്നത്. ആദിവാസികളുടെ ജീവിതത്തിന്റെ പുറകെ, മനുഷ്യാവകാശങ്ങൾക്ക് പിന്നാലെ പോരാട്ടങ്ങളുമായി നടന്നൊരു മനുഷ്യൻ കേരളത്തിലെ മറ്റേതെങ്കിലും ഗാന്ധിയനോ മറ്റേതെങ്കിലും വലിയ പരിസ്ഥിതി പ്രവർത്തകനോ ഏതെങ്കിലും സാമുദായിക നേതാവിനെയോ ഇത്തരം നിസ്സാരമായ ട്രാഫിക് വയലേഷൻ പോലുള്ള ഒരു കേസിൽ തെളിവില്ലാതെ 23 വർഷം കഴിഞ്ഞ് ജയിലടയ്ക്കുമോ? ജയിലിൽ അടച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കേരളത്തിലെ രാഷ്ട്രീയക്കാരന് മിണ്ടാട്ടമില്ല. UDF ഭരിച്ച കാലത്ത്, ഉമ്മൻചാണ്ടി ആന്റണി ഭരിച്ച കാലത്ത് നടന്ന ഒരു വേട്ട ഇപ്പോൾ വീണ്ടും കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഭരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നവരുണ്ട്. ഇല്ലാത്തതിന് പോലും SFIക്കാരനെ തെരുവിലിറക്കി കല്ലെറിയിക്കുന്ന ഒരു പാർട്ടിക്കാരൻ, അവന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്ന മധ്യവർഗ ചെറുപ്പക്കാർ, സമരം എന്തിനാകട്ടെ നമ്മളെ തള്ളി പറയില്ല, പക്ഷെ മധ്യവർഗ ചെറുപ്പക്കാർക്ക് തല്ലുകൊള്ളുമ്പോൾ കണ്ണീരൊഴുക്കുന്ന MP-മാരും കണ്ണീരൊഴുക്കുന്ന രാജ്യസഭാ അംഗങ്ങളും കേരളത്തിൽ കരയുന്ന SFIക്കാരും മുത്തങ്ങയുടെ വിഷയത്തിൽ എന്താണോ മിണ്ടാതിരുന്നത്? ആ വിധി വന്നപ്പോൾ നിശബ്ദരായി പോയത്. മിണ്ടാവൃതത്തിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാരൻ കയറിയത്? യോഗിയുടെ പേര് പറഞ്ഞല്ലേ, ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാ നീ.
കേസ് ഉണ്ടാക്കിയത്, ആദിവാസി ക്ഷേമ സമിതി ഉണ്ടാക്കിയത്, എന്നിട്ട് കുറെ ഉമ്മാക്കി സമരം നടത്തിയത്, ഭൂമി പിടിച്ചെടുക്കാൻ നാടകം നടത്തിയത്, CPM-കാർ പിടിച്ചെടുത്ത ഭൂമി എവിടെ? അതുകൊണ്ട് യോഗിയുടെ പേര്, രക്തസാക്ഷിയായ യോഗിയുടെ പേര് പറഞ്ഞ് കേസ് ഉണ്ടാക്കി ആദിവാസികളെ വീണ്ടും കമ്മ്യൂണിസ്റ്റ് ആക്കി ആണി അടിച്ചതിനപ്പുറത്തേക്ക് പാർട്ടി പുറംപോക്കിലേക്ക് കഴുത്തിൽ കയ്യാമോട്ടതല്ലാതെ ഈ വിധി വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മിണ്ടുന്നില്ല, സാംസ്കാരിക നായകന്മാർക്ക് അനക്കമില്ല, ഒന്നുമില്ല. ഈ മൗനത്തിനെതിരെയാണ് നമ്മുടെ ഈ സംഗമം. കേരളത്തിന്റെ കപടമായ ഈ മൗനം ഇത് ലംഘിക്കണം, ഇത് ഭേദിക്കണം. കേരളം കണ്ണു തുറക്കണം. ആദിവാസികളുടെ അവകാശങ്ങൾ തന്നേ പറ്റൂ. അതുകൊണ്ട് ഗീതാനന്ദനും ഒപ്പം നമുക്കറിയാം രമേശ്, ബിജു, ബിനു, രമേശ്, ബിനു ഇവരെല്ലാം ഇന്ന് അവിടെ കിടക്കുകയാണ്. അനിൽ, 3 പേരാണ്. ഈ 4 പേരും കിടക്കുമ്പോൾ അവർക്ക് നീതി കിട്ടണം, അവർക്ക് ജാമ്യം കിട്ടണം. അതൊരു അവകാശമാണ്. ഇന്ന് ADF-ന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇല്ലാത്ത പണം നമ്മളൊക്കെ സമാഹരിച്ചിട്ടാണ് ആ നിയമയുദ്ധത്തിന് പോയി. ഇപ്പോൾ എന്തായാലും ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ ദിവസം എടുത്തു, ഹൈക്കോടതിയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. CBI എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു, CBI പറയുന്നു എന്തുകൊണ്ടാണ് ഈ കേസിന്മേൽ കൃത്യമായ നടപടികൾ എടുക്കാത്തതെന്നൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഗീതാനന്ദനും സഹപ്രവർത്തകർ നീതി ലഭിക്കുമെന്നാണ്. പക്ഷേ യോഗിക്ക് നീതി ലഭിക്കണം, അതാണ് നമ്മുടെ ആവശ്യം. ഒരു പോലീസുകാരൻ, ഞാൻ ചുരുക്കാം, ഒരു പോലീസുകാരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതേ സമയം ഞാൻ മുമ്പേ പറഞ്ഞു ഫാബ്രിക്കേറ്റഡ് ആണ്, എന്തോ മറയ്ക്കാനും ആദിവാസികളുടെ സമരത്തെ ക്രിമിനൽവൽക്കരിച്ച് അവരെല്ലാം അക്രമികളായിരുന്നു എന്ന് വരുത്തി ഒരക്രമ പട്ടം ആദിവാസി പ്രക്ഷോഭത്തിന്റെ മേൽ ചാർത്തി മേലിൽ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഉയർത്താൻ അവർക്ക് ധൈര്യമില്ലാത്ത രീതിയിലേക്ക് ഒരു സമരത്തെ തന്നെ കുഴിച്ചു മൂടിയ ഗൂഢാലോചനയുടെ ബലിയാടാണ് വിനോദ്. നമ്മൾ കൊന്നൊന്നും തെളിവില്ലല്ലോ. അപ്പോ പിന്നെ യോഗി അതേസമയം കൊന്നത് എന്തിനാ? ആരാണ് കൊന്നത്? CBI കേസ് അന്വേഷിച്ചു. ആ CBI എന്തുകൊണ്ട് യോഗിയുടെ കൊലപാതകം അന്വേഷിച്ചില്ല? ഒരു FIR എടുത്തു. ആ FIR-നകത്ത് എന്താ എഴുതി വെച്ചത്? അസ്വാഭാവിക മരണം. പോലീസ് ബന്ധുക്കളുടെയും സ്വന്തം മകന്റെയും മക്കളുടെയും മുമ്പിലിട്ട് നിഷ്കരണം പട്ടാപ്പകൽ വെടിവെച്ച് കൊന്ന് ചോരയെ കുളിച്ച് മരിച്ച യോഗിയുടെ മരണം എങ്ങനെയാണ് അസ്വാഭാവിക മരണമായി പോലീസിന് കിട്ടുന്നത്? അത് എഴുതി വെച്ചു. CBI കുറ്റപത്രം പോലും കോടതി സമർപ്പിക്കാതെ ആ കേസ് ഒരു ചാപിള്ളയായി മാറി. അതുകൊണ്ട് യോഗിക്ക് നീതി ലഭിക്കണം. ആദിവാസികൾ പറയുന്നു, ദളിതുകൾ പറയുന്നു, ഈ സംഘവും പറയുന്നു, യോഗിക്ക് നീതി ലഭിക്കണം. അതുകൊണ്ട് കേരള ഗവൺമെന്റ് ഉത്തരവാദിത്വം കാണിക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദിവാസികളുടെ പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്ന ഒരു വനിതാ നേതാവിന്റെ, അല്ലെ CK ജാനുവിന്റെ പാർട്ടി JR പിന്തുണ കൊടുത്തത് ആർക്ക്? ഇപ്പോഴത്തെ ഗവൺമെന്റിന്, അല്ലെ പാർട്ടി. അവർ ഘടകകക്ഷിയായി. ഗീതാനന്ദൻ നയിക്കുന്ന കേരളത്തിലെ ദളിത് ആദിവാസി സംഘടനകളെല്ലാം സംയുക്തമായി ഒരു പുതിയ ഗവൺമെന്റ് വരാൻ, പുതിയ നീതിക്ക് വേണ്ടി നമ്മൾ നിലപാടെടുത്തവരാണ്. ആ നിലപാടിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടെങ്കിലും ഈ ഉത്തരവാദിത്തപ്പെട്ട കേരള ഗവൺമെന്റിനോട് നമ്മൾ പറയുന്നു, യോഗിയുടെ കൊലപാതകം പുനരന്വേഷണം നടത്തണം. ആ കേസ് റീഓപ്പൺ ചെയ്യണം. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഏജൻസിയെ കൊണ്ട് ആ കേസ് അന്വേഷിക്കണം. ഒന്നുകിൽ ജുഡീഷ്യൽ കമ്മീഷൻ, അതല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണ ഏജൻസിയെ കൊണ്ട് യോഗിയുടെ കൊലപാതകം അന്വേഷിച്ച് അതിൽ ഉത്തരവാദികളായ ഒരു നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ ശിക്ഷ കൊടുക്കുന്നിടം വരെ ഈ പോരാട്ടത്തിൽ നിന്ന് നമ്മൾ പിന്മാറുകയില്ല. യോഗിക്ക് നീതി ലഭിച്ചേ പറ്റൂ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കണം. മാത്രം പോരാ, നമുക്കറിയാം ഇതേ സന്ദർഭത്തിൽ ആദിവാസികളുടെ പോരാട്ടം നിർമ്മല പാണ്ഡെ എന്ന് പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗം 2003 കേരളത്തിൽ വന്നു. അവർ പറഞ്ഞു 200-ലധികം ആദിവാസികളെ തല്ലിച്ചതച്ചു, അവരെ അംഗവൈകല്യമുള്ളവരാക്കി. സ്ത്രീകളെ പോലീസ് പിടിച്ച് പിച്ചിച്ചെത്തി ആദിവാസി സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സമഗ്രമായി അന്വേഷിക്കണമെന്ന് നിർമ്മല പാണ്ഡെ എന്ന് പറയുന്ന ഈ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അംഗം പറഞ്ഞ ഉത്തരവ് എവിടെ? അതെന്തുകൊണ്ട് പൂഴ്ത്തി? അതുകൊണ്ട് നമ്മൾ പറയുന്നു, ആ മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ നടപ്പിലാക്കിക്കൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ആദിവാസികളുടെ പോലീസ് ഏകപക്ഷീയമായി നടത്തിയ നരനായാട്ടിനെ കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ട് നിർമ്മല പാണ്ഡെയുടെ റിപ്പോർട്ട് നടപ്പിലാക്കി നഷ്ടപരിഹാരം ഈ കുടുംബങ്ങൾക്ക് ലഭിക്കണം. അതുകൊണ്ട് ആദിവാസികൾക്ക് മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് ഈ കാര്യത്തിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒടുവിലായി നമ്മൾ പറയുന്നത്, ഭൂമിയുടെ പ്രശ്നത്തെ, ഇപ്പോൾ ഭൂമിക്ക് വേണ്ടിയാണ് നമ്മൾ പോരാട്ടം ഉയർന്നത്. ഇപ്പൊ വിധി വന്നപ്പോ
ഭൂമിയെ കുറിച്ച് പരാമർശമില്ല. ആദിവാസികളുടെ ഭൂമി എവിടെ, വാഗ്ദാനം എവിടെ? അതുകൊണ്ട് അവസാനമായി ഈ സമ്മേളനത്തിന്റെ പ്രഖ്യാപനം എന്നോണം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, കേരളത്തിലെ ഭൂരഹിതരായ ആദിവാസികളുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കേരള ഗവൺമെന്റുമായി ഏർപ്പെട്ട മുൻകാല കരാറുകളെ മാനിച്ചുകൊണ്ട് കേരളത്തിലെ ആദിവാസികൾക്ക് അവർക്ക് 5 ഏക്കർ ഭൂമി വീതം അവർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമി കൊടുക്കാൻ നടപടി ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള കൃത്യമായ നടപടി ഉണ്ടാകാൻ ഗവൺമെന്റ് തയ്യാറാകണം. അല്ല എങ്കിൽ ഭൂമിയുടെ ഈ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്കാണ് നമ്മൾ പോവുക. അതിനല്പം പോലും മടിയില്ല. വരുന്ന ആളുകളിൽ ആദിവാസികളുടെ അവകാശങ്ങൾ, ദളിത് അവകാശങ്ങൾ ഒത്തുചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടാണ്. ദളിത് ആദിവാസികൾ സംയുക്തമായി നിന്നുകൊണ്ട് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ പോരാട്ടം നടത്തിയ സാന്താൾ കലാപവും മുണ്ട കലാപവും ഒക്കെ നോക്കിയാൽ വെള്ളക്കാരന് നേരെ ആദ്യം പോരാടിയ ആദിവാസികളാണ്. ഇന്ത്യക്ക് ഭരണഘടന സംഭാവന ചെയ്ത ദളിതരാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഈ നാടിന്റെ മാനവീയതയ്ക്കും ഈ നാടിന്റെ ജനാധിപത്യത്തിനും ഈ നാടിന്റെ പരിസ്ഥിതിക്കും പ്രകൃതിക്കും എല്ലാം ഇണങ്ങുന്ന ഒരു പുതിയ സംസ്കാരത്തിന്റെ സംരക്ഷകരായി ആദിവാസി ജനത സ്വന്തം അസ്തിത്വം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ പോരാട്ടം ഉയർത്തുകയാണ്. ആ പോരാട്ടത്തിന് മുമ്പിലാണ് നമ്മൾ പറയുന്നത് ആ 3 കാര്യങ്ങൾ. ഒന്ന്, ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ. അത് അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാന ഭാഗത്തേക്ക് എത്തുന്നു. ലോകമെമ്പാടും ഇൻഡിജിനസ് ഇയർ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ലോകം എങ്ങനെയാണ് ആദിവാസികളുടെ നീതി പുലർത്തുന്നത് എന്ന് കേരളം ഭരിക്കുന്ന ഭരണാധികാരികളും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പിന്നീട് മറ്റ് ഒരു പ്രാവി ചത്താൽ പോലും കവിത എഴുതുന്നവരും മരത്തിന് വേണ്ടിയും തവളയ്ക്ക് വേണ്ടിയൊക്കെ പാട്ട് പാടുന്നവരും ഒക്കെ ആയിട്ടുള്ള മലയാളികളായ കവട ഈ ചിന്തകന്മാരും ബുദ്ധിജീവികളും സാഹിത്യ തലതൊട്ടപ്പന്മാരും ഒക്കെ അഗ്രഹാരത്തിൽ പട്ടിണിയാണെങ്കിൽ കേരളം കരയണം, കടലായി മാറണം. അട്ടപ്പാടിയിൽ പട്ടിണി കിടന്ന് ആര് ചത്താലും കലയില്ല, കവിതയുമില്ല, നോവലുമില്ല. ഈ നാടകമൊക്കെ അവസാനിപ്പിക്കണം. കേരളത്തിലെ ആദിവാസികളും ദളിതരും സംഘടിച്ച് മുന്നോട്ട് വരികയാണ്. അംബേദ്കർ പ്രത്യയശാസ്ത്രം വെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നു. ഇതിനെല്ലാം വിചാരണ ചെയ്യും. അതുകൊണ്ട് ആവർത്തിക്കുകയാണ്, ഈ സമ്മേളനം യോഗിക്ക് നീതി കൊടുക്കാൻ മടിക്കരുത്. 2, യോഗിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം, മുഴുവൻ ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. ആദിവാസികൾക്ക് അവർക്ക് അർഹതപ്പെട്ട ഭൂമി അവർക്ക് പതിച്ചു കൊടുക്കണം. അവരുടെ വികസനത്തിന്റെ കോടിക്കണക്കിന് ഫണ്ട് ഇവിടെ ലാപ്സാക്കുന്നു. 377 കോടി കുട്ടികളുടെ പഠനത്തിലുള്ള ഫണ്ട് ലാപ്സാക്കി. അതേപോലെ SCP TSP എല്ലാം ലാപ്സാക്കി. അതുകൊണ്ടാണ് നമ്മൾ ADF പറയുന്നത് ആദിവാസി ഫണ്ട് വിനിയോഗിക്കാൻ SCP TSP ആക്ട് നടപ്പിലാക്കണം. റിമാൻഡുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ഐക്യപ്പെടുമ്പോൾ നമ്മൾ പറയുന്നത് റാപ്പറേഷൻ. ഇനി സംവരണം എന്ന് മാത്രം നമ്മൾ പറയുന്നില്ല. അത് പറയുമ്പോൾ അതങ്ങ് സവർണരൂപ സംവരണത്തേക്ക് പിടിച്ചു കഴിഞ്ഞു. ഇപ്പൊ നായന്മാർക്ക് ആ സംവരണം, ആദിവാസിക്കില്ല, ദളിതനില്ല. അതുകൊണ്ട് ഈ സംവരണം പറഞ്ഞ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ലോകം പറയുന്നത് പോലെ ഞങ്ങൾ പറയുന്നത് നഷ്ടപരിഹാരം. ആദിവാസിയുടെ നഷ്ടത്തിലാടൂ നീയൊക്കെ നേട്ടമുണ്ടാക്കി, ഞങ്ങളെ മോഷ്ടിച്ചാടൂ നീയൊക്കെ കച്ചവടക്കാരും പണക്കാരും സമ്പന്നരുമായത്. അത് ഞങ്ങളുടെ നീ തിരിച്ചു തരിക. ഞങ്ങൾക്ക് അർഹതപ്പെട്ട തിരിച്ച ഒന്നും വേണ്ട, അതിന്റെ ഔദാര്യം വേണ്ട. കണക്ക് പറഞ്ഞ ചരിത്രത്തിൽ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം റാപ്പറേഷൻ അത് ചോദിക്കുകയാണ്. ലോകത്തോടൊപ്പം കേരളത്തിലെ ആദിവാസികൾ, ഇന്ത്യയിലെ ആദിവാസികൾ, ദളിതുകൾ റാപ്പറേഷനാണ് ചോദിക്കുന്നത്. തന്നാൽ എത്ര തരേണ്ടി വരുമെന്ന് കണക്ക് കൂട്ടുക. ഈ 5-10 ഏക്കർ ഒന്നും തന്നാൽ പോരാ റാപ്പറേഷൻ. അതുകൊണ്ട് അന്തർദേശീയമായ റാപ്പറേഷൻ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആദിവാസികൾക്ക് നഷ്ടപരിഹാരം തരണം. പ്രിയമുള്ളവരെ, ആരൊക്കെ കുറ്റം ചെയ്ത ആദിവാസികളെ കൊന്ന് അവരെ ഒരുപാട് പേര് നാട് വിട്ടുപോയിട്ടുണ്ട്. അവരെ മർദ്ദിച്ച് അവരുടെ ചോരയൊഴുക്കിയ, യോഗിയെ വെടിവെച്ച് കൊന്ന, ആദിവാസികളെ വഞ്ചിച്ച ഈ ക്രിമിനലുകൾ അവരെ വെറുതെ വിട്ടാലും ലോക മനസാക്ഷിയുടെ കോടതി എന്ന് പറഞ്ഞൊരു കോടതിയുണ്ട്. ലോക മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ആദിവാസികളുടെ രാഷ്ട്രീയം ഉയർന്നു വരിക തന്നെ ചെയ്യും. ദളിത് ആദിവാസികളുടെ മുന്നേറ്റം ശക്തിപ്പെടുക തന്നെ ചെയ്യും. അതിന്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. ആ നാളുകളിലേക്ക് നമ്മൾ അയക്കപ്പെടാം. പ്രിയപ്പെട്ട നമ്മുടെ ഗീതാനന്ദൻ ഇൻഡിജിനസ് ഡേ 9-ാം തീയതി ആണെങ്കിൽ 31-ാം തീയതി അദ്ദേഹം ഈ കഠിന തടവിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി. ആ മനുഷ്യൻ ജയിലിൽ കിടക്കുമ്പോഴാണ്, സഹപ്രവർത്തകർ ജയിലിൽ കിടക്കുമ്പോൾ 9-ാം ദിവസമാണ് നമ്മളിപ്പോ ഓഗസ്റ്റ് 9 ഇൻഡിജിനസ് ഡേ. സത്യത്തിൽ ഈ ദിവസം നമുക്ക് ദുഃഖകരമാണ്. മുഴുവൻ ആദിവാസികളെയും വേദനിപ്പിക്കുന്ന, മുഴുവൻ മനുഷ്യാവകാശ പ്രവർത്തകരെയും നൊമ്പരപ്പെടുത്തുന്ന, നമ്മളെയൊക്കെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു ജഡ്ജ്മെന്റാണ് ഗീതാനന്ദനെ പോലൊരു സമര നേതാവ് ജയിലിൽ കിടക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത്.
ഇത് കേരളത്തിന് മാനക്കേടാണ്. നമ്മുടെ നീതിബോധം തീർച്ചയായും തലകുനിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നീതിബോധങ്ങളുടെ നീതി സംവിധാനങ്ങളുടെ മുമ്പിൽ, ഭരണകൂടത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി പറയുന്നു, ആ പ്രിയപ്പെട്ട ഗീതാനന്ദനടക്കമുള്ള നേതാക്കൾക്ക് അവരെ മോചിപ്പിക്കാനുള്ള, അവർക്കെതിരെ ചുമത്തിയ കേസ്, ആ കേസ് നിയമപരമായി തന്നെ പിൻവലിക്കാൻ, റദ്ദ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം തയ്യാറാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നിന്ന് ചരിത്രപരമായ ഈ സംഗമത്തിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളടക്കം ആദിശക്തി സമ്മർ സ്കൂളും കുട്ടികളും വിവിധ സംഘടനകളും നേതാക്കളും എല്ലാം ഒത്തുകൂടിയിരിക്കുന്നു. ഇതൊരു തുടക്കം, ഇനിയുള്ള പോരാട്ടത്തിന്റെ ഒരു തുടക്കമാണ്. ഈ മുത്തങ്ങയ്ക്ക് സമീപമുള്ള ഈ സമരഭൂമിയിൽ നിന്ന് തന്നെ പുതിയ പ്രഖ്യാപനവുമായി നമ്മൾ കേരളത്തിലേക്ക് ഇറങ്ങും. നീതി കിട്ടിയില്ല എങ്കിൽ, ഇനി നീതി നിഷേധിക്കപ്പെട്ടാൽ വീണ്ടും ഒരു പോരാട്ടം കേരളത്തിൽ ആരംഭിക്കും. ആ പോരാട്ടം കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് പോയി പുതിയൊരു രാഷ്ട്രീയത്തിന് തുടക്കം കുറിക്കും. ഒരുപക്ഷെ നവോത്ഥാന കേരളമല്ല, ദലിതരുടെയും ആദിവാസികളുടെ അവകാശങ്ങൾ വീണ്ടെടുക്കുന്ന ഒരു പുതിയ ജനാധിപത്യ കേരളത്തിന്റെ പിറവിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടമായി നാളുകളിൽ ഇത് മാറും. അങ്ങനെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സമ്മേളനത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ മഹത്തായ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ജയ് ഭീം.